ഇത് ശരിക്ക് അക്വാപോണിക്സ് എന്നാണ് ഇതിന് പറയല്. ഈ അക്വാപോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷും വെജിറ്റബിൾസും കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന സിസ്റ്റാണ്. ഇത് ഏകദേശം 2500 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കാണ്. ഇതിൽ ഏകദേശം 200ഓളം മീനുണ്ട്. ഈ ഫിഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലുള്ള ടാങ്കിൽ മീൻ വളർത്തുന്ന സമയത്ത് ഇതിൻ്റെ വേസ്റ്റ്, ഫിഷിൽ നിന്ന് ഉണ്ടാകുന്ന വേസ്റ്റ് കാരണം ഈ വെള്ളത്തിൽ ധാരാളമായിട്ട് അമോണിയയുടെ കണ്ടൻറ്റ് ഉണ്ടാവും. ഈ അമോണിയൻ്റെ കണ്ടൻറ്റ് വരുന്ന സമയത്ത് ഫിഷുകൾക്ക് അത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കും. അത് ഫിഷ് ചത്തുപോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഫിഷിൻ്റെ ഈ അമോണിയനെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, മാറ്റിയെടുക്കേണ്ടതുണ്ട്, അത് ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മോട്ടർ, അതിൽ 25 വാട്ടിൻ്റെ ഒരു മോട്ടർ ഈ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ആ മോട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വെള്ളം വലിച്ചെടുത്തിട്ട് ഇതൊരു ഫിൽറ്ററാണ്, ബയോ ഫിൽറ്ററാണ്. ഈ ബയോ ഫിൽറ്ററിൽ ഇതിൻ്റെ ശരിക്കും ഈ വെള്ളം ആ പൈപ്പ് വഴി കയറി വന്ന് ഈ ടാങ്കിൻ്റെ അടിയിലേക്ക് വരുന്നു. അപ്പോൾ ഇതിൽ ധാരാളം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാക്കുകളും നെറ്റുകളൊക്കെ വെച്ച് വെള്ളം ഫിൽറ്റർ ചെയ്ത് മുകളിലേക്ക് എത്തിയിട്ട് ഇവിടെ ഈ പൈപ്പ് വഴി എന്ത് ചെയ്യണം, പുറത്തേക്ക് ഫിൽറ്റർ ചെയ്ത വെള്ളം ഇങ്ങനെ വന്നിട്ട് ഈ അക്വാപോണിക് സിസ്റ്റത്തിലേക്ക് വരികയാണ്. കണ്ടില്ലേ? അപ്പോൾ ഈ അക്വാപോണിക് സിസ്റ്റത്തിൽ ഈ അടങ്ങിയ ഈ വെള്ളത്തിൽ ധാരാളമായിട്ട് അമോണിയ ഉണ്ടാവും. അപ്പോൾ ഈ അമോണിയ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പൈപ്പിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ വെജിറ്റബിൾസൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതാണ്, നമ്മുടെ മെറ്റലാണ്, ചെറിയ മെറ്റലാണ്. ഈ മെറ്റൽ ഒരു ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള അമോണിയനെ നൈട്രേറ്റ് ആക്കി മാറ്റുകയും അതിനെ പിന്നെ തിരിച്ച് നൈട്രേറ്റ് ആക്കും. നൈട്രേറ്റിനെ നൈട്രേറ്റ് ആക്കി മാറ്റിയിട്ട് ഈ പ്ലാന്റുകൾക്ക് വളരാൻ ആവശ്യമുള്ള ഏറ്റവും വലിയ സാധനമാണ് നൈട്രേറ്റ് എന്ന് പറയുന്നത്. ഈ നൈട്രേറ്റ് ഈ പ്ലാന്റുകൾ ഈ വെള്ളത്തിൽ നിന്ന് ഈ നൈട്രേറ്റ് വലിച്ചെടുത്ത് ഇത് ഗ്രോ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വെള്ളം ഫിൽറ്റർ ചെയ്ത്, അപ്പോൾ ഈ നൈട്രേറ്റ് അടങ്ങിയ വെള്ളം ഇതിലൂടെ കടന്നു പോയി ഇതിലുള്ള പ്ലാന്റുകൾക്കൊക്കെ എത്തി തിരിച്ച് വന്ന് എന്ത് ചെയ്യാണ്, ഈ വെള്ളത്തിലേക്ക് തന്നെ ചാടുകയാണ്. അപ്പോൾ ഈ വെള്ളം ഫിൽറ്റർ ആയിട്ടുണ്ടാവും. ഇതിൽ അടങ്ങിയിട്ടുള്ള അമോണിയ ഫിൽറ്റർ ചെയ്ത് ഇതിൻ്റെ വെള്ളം ഫിൽറ്റർ ചെയ്ത് എന്ത് ചെയ്യും, വീണ്ടും ടാങ്കിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ വെള്ളം ഇല്ലാത്ത പ്രദേശത്തും നമുക്ക് ഫിഷും അതേപോലെ തന്നെ വെജിറ്റബിൾസും വളരും. പിന്നെ ഈ വെജിറ്റബിൾസിന് വേറെ വളങ്ങളൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചേർക്കേണ്ട ആവശ്യമില്ല, മണ്ണ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെ ഗ്രോ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ ഇപ്പോൾ ശരിക്കും ഇതിൻ്റെ റൂള് പ്രകാരം നമുക്ക് ഏകദേശം 1 സെൻറ്റ് ഭൂമിയിൽ വെള്ളത്തിൽ നമുക്ക് 3 സെൻറ്റോളം വെജിറ്റബിൾസ് വളർത്താൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം 5 മാസത്തോളം ആയിക്കഴിഞ്ഞാൽ ഈ മീൻ നമുക്ക് എന്ത് ചെയ്യും, വിളവെടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ആ സമയത്ത് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ വെള്ളം എന്ത് ചെയ്താൽ മതി, ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ വെള്ളം എപ്പോഴും ചേഞ്ച് ചെയ്യണമെന്നില്ല. അതിൻ്റെ 20% 30% മാത്രം എന്ത് ചെയ്ത് ചേഞ്ച് ചെയ്താൽ തന്നെ ഇത് വീണ്ടും വെള്ളം എന്ത് ചെയ്യാൻ പറ്റും, പുതിയ മത്സ്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് വീട്ടിലാരെങ്കിലും വെള്ളമില്ലാത്ത സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യുക, വെജിറ്റബിൾസ് വളരെ സ്മാർട്ടായിട്ട് രീതി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും നല്ല സിസ്റ്റമാണ്. കാരണം മണ്ണോ വളമോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ മോട്ടറിൻ്റെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ വെള്ളം ഇതിലൂടെ സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം ഡെയിലി. ഏറ്റവും നല്ല വെയിലുള്ള സമയത്ത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നാവും. ഇതിവിടെ ഇപ്പോൾ വളർത്തിയിട്ടുള്ളത് മെയിനായിട്ട് പച്ചമുളകുണ്ട്.